ഷെയ്ഡ്സ് ഓഫ് ലൈഫായിരുന്നു. 4 ഫിലിംസാണ്, 3 സംവിധായകരും. എനിക്ക് നാല് ഷെയ്ഡ്സിലുള്ള സംഗതികൾ തന്നെയായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. അവസാനത്തെ പടം കരയിപ്പിച്ചു. വളരെ നല്ല അഭിപ്രായം. പടം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. നല്ല നല്ല ക്യാമറ വർക്കും ഗംഭീരമായിരുന്നു. ദേശത്തിൻ്റെ കഥയാണ് പറഞ്ഞത്. അതല്ലേ വളരെ നന്നായി ചെയ്തിട്ടുണ്ട് സിനിമ. പടം അടിപൊളി പടമാണ്. നിയാസ്ക സൂപ്പറായിട്ട് ഒരുപാട് ചിരിച്ചു. സൂപ്പറായിട്ടുണ്ട് പടം. എല്ലാവരും കലക്കിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടുകാരൊക്കെ കൂടി ചെയ്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ചെയ്ത സിനിമകളാണ്. അപ്പോൾ ശരിക്കും വന്ന് ഇപ്പോഴും എനിക്ക് കരഞ്ഞു തീർന്നിട്ടില്ല. അത്രയും ഇമോഷണലി ഭയങ്കര കണക്റ്റഡായി. ഓരോ സിനിമയിലും എന്താ പറയുക, വലിയ സിനിമകൾ നമ്മൾ ഒരുപാട് ട്രെയിലറൊക്കെ കണ്ടു പോകുമ്പോൾ പ്രതീക്ഷകളോടെ പോവുക. പക്ഷേ ഇതും നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷകൾക്കും അപ്പുറം നമ്മുടെ മനസ്സൊക്കെ ഭയങ്കര ഒലച്ച് കളഞ്ഞ ഒരു 4 സിനിമകളായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു നമ്മുടെ നാട്ടുകാർ ഇത്രയും നല്ലൊരു സിനിമ ചെയ്തത്. യാദൃശ്ചികമായിട്ടാണ് ഇവിടെ വന്നുപെട്ടെ. കാരണം ഞാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ആദ്യമായിട്ടാണ് പങ്കെടുക്കണേ. അപ്പോൾ സിനിമകളും കുറവാണ് കാണാറ്. അപ്പോൾ വളരെ ഹൃദയസ്പർശിയായ സിനിമയായിരുന്നു. ജീവിതം തന്നെ സ്വന്തം മുന്നിൽ നമ്മൾ കാണുന്ന ജീവിതം തന്നെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും പട്ടാമ്പിക്കാർ, നമുക്ക് അഭിമാനം തന്നെയാണ്. എല്ലാവർക്കും ആശംസകൾ. പടം എങ്ങനെയുണ്ട്? ഇത് വളരെ സൂപ്പറായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു സാധാരണ ഒരു എന്താ പറയുക, പുതിയ ആളുകൾ ചെയ്യുന്ന ഒരു സിനിമയായിട്ട് തോന്നത്തിലിരിക്കുന്നു. അത് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു. ഒരിക്കലും നമുക്കത് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പ്രയാസമാണ്. എങ്കിലും അവസാനത്തെ സിനിമ റൂഹ്, പിന്നെ തുടക്കത്തിലുള്ള സിനിമ ഇവർ രണ്ടുപേരും മാത്രം കളവ് ഗംഭീരമായിരുന്നു. വളരെ നന്നായിട്ട് ചെയ്തു. എല്ലാം പുതിയ ആളുകളാണെങ്കിലും പുതുമ അത് അവർ തുടക്കക്കാരാണെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് എല്ലാ സിനിമകളും ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു പടം? നന്നായിരുന്നു. നല്ല പടമാണ്. ആദ്യത്തെ സിനിമ ചെറിയ സെഗ്മെൻ്റ് ആയിരുന്നു. പിന്നെ ബാക്കി 3 സിനിമകൾ കുറച്ച് വലിയ സിനിമ. റൂഹും വളരെ മികച്ചതായിരുന്നു. പിന്നെ പാമ്പും കയറുന്നുള്ളത് വളരെ മികച്ച സിനിമ അനുഭവമായിരുന്നു. താങ്ക് യു. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ സെഗ്മെൻറ്റ് അടിപൊളിയായിട്ടുണ്ട്. ആന്തോളജി എന്ന് പറഞ്ഞപ്പം ബോറായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ പൊളിച്ചു. നന്നായിട്ടുണ്ട്. നമ്മുടെ പട്ടാമ്പിയുടെ ഈ പാലക്കാടിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചോരും ചൊവ്വയുള്ള ഒരു പടമാണല്ലോ. സീക്വൻസാണ്. നന്നായിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. പടം വളരെ ഉഷാറായിട്ടുണ്ട്. നല്ല അഭിപ്രായം. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പിന്നെ പ്രത്യേകിച്ച് ഓങ്ങല്ലൂരിൽ നിന്നൊരു പടം വരാമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് വന്നിട്ട് പടം കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. തമ്പിലത്തെ നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള കുറച്ച് പേര് 4 സിനിമകൾ ചേർന്ന ആന്തോളജി എടുത്തു. അതിലത്തെ ഒരു സിനിമയിൽ എൻ്റെ അനിയനാണ് അഭിനയിച്ച റൂഹ് എന്നുള്ള സിനിമയിൽ ഭാസ്കർ അരവിന്ദ്. എനിക്കിത് കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നറിയോ, പണ്ട് ഈ പ്രിയദർശനും ഇവരൊക്കെ പഴയ സിനിമകൾ ഇങ്ങനെ കാണിക്കില്ല. എൻ്റെ പഴയ സിനിമകൾ പറഞ്ഞ് പോസ്റ്ററുകൾ കാണില്ല. അതുപോലെ ഇതൊരു ഹിസ്റ്ററിയാണത്. ഇവരുടെ വലിയ പുതിയ സിനിമകൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. പടം നല്ല പടമായിരുന്നു. ഗംഭീര സിനിമയായിരുന്നു. 4 സെഗ്മെൻറ്റും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കളാണ് പടം ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് ആ ഒരു പരിപാടി എന്നല്ല തോന്നിയത്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ 4 നല്ല കഥകൾ കണ്ടു. നന്നായി ഇമോഷണലി കണക്റ്റ് ആവുന്ന കഥകളായിരുന്നു. ഇഷ്ടപ്പെട്ടു. പടം എങ്ങനെയുണ്ടായിരുന്നു? കിട്ടില്ല. എടുത്ത എഫേർട്ടിന് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ ചെയ്തേക്കാം. ഞാൻ കണ്ണൂരിൽ നിന്നാണ് ഇത് കാണാൻ വേണ്ടി വരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവരെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. എൻ്റെ ഫ്രണ്ടാണ് ഈ ഷിഹാബ് ആണെങ്കിലും ഭാസ്കർ ആണെങ്കിലും പിന്നെ നടരാജേട്ടനാണെങ്കിലും ഒക്കെ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു ഇതുണ്ട്, എന്തായാലും നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. ഞാൻ ഫാമിലി ആയിട്ടാണ് വന്നത്. കണ്ണൂരിൽ നിന്ന് ഏകദേശം 210 കിലോമീറ്റർ ദൂരെ നിന്നാണ് ഞാൻ വരുന്നത്. കാരണം അത്രയ്ക്കും എനിക്കറിയാം, ഇവരുടെ കഴിവുകൾ എനിക്ക് നന്നായിട്ട് അറിയാം. അത് വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അവർ രക്ഷയില്ല. ഇവർ നാളത്തെ പിന്നെ ഡയറക്ടർമാരും ആക്ടേഴ്സും ആണെന്നുള്ളത് ഇവർ തെളിയിച്ചിട്ടുണ്ട്. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. 100% ഇതിനകത്ത് ഇവർക്ക് ഈ ചെറിയ ഇതിൽ നിന്നുകൊണ്ട് അവർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അവർക്ക് പ്രൊഡ്യൂസറോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഇവർ ഇത്രയും ചെയ്യാമെങ്കിൽ, ഇവർക്ക് സൗകര്യങ്ങൾ കിട്ടിയാൽ ഇവരെന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമ്മതിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഇവരെ ഞാൻ അംഗീകരിക്കുന്നു. കാരണം നാളത്തെ
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു, എൻ്റെ അടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇത്രയും ഈ രീതിയിൽ ആക്കിയെടുത്തതിൻ്റെ എഫേർട്ട് ഉണ്ടല്ലോ, വേറെ ലെവലാണ്. സിനിമ ഞാനല്ലല്ലോ പറയാം, നമ്മൾ അഭിനയിച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്തൊക്കെ അഭിപ്രായം ചോദിച്ചില്ലേ? പറഞ്ഞല്ലോ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ്? കഷ്ടപ്പാടല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഓരോ ക്യാരക്ടർ സ്ലാങ് എന്താ വെച്ചാൽ ഈ സിനിമയിൽ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിന് വളരെ ചേഞ്ച് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൽ അതിൻ്റെ ഒരു ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തെ പട്ടാമ്പി വള്ളുവനാടൻ ഏരിയയിലുള്ള ഒരു സ്ലാങ്. അപ്പം ഞാൻ വടക്കാഞ്ചേരിക്കാരനാണ്, അപ്പം എനിക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ പല വേർഡ്സും നമ്മൾ സാധാരണ പറയുന്നതല്ല, ഇവിടെ വളരെ ചേഞ്ച് ഉണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഡയറക്ടറിൻ്റെ ഹെൽപ്പൊക്കെ നല്ലതുപോലെ ഉണ്ടായതുകൊണ്ടാണ് അത്രയും ചെയ്യാൻ പറ്റിയത്. അപ്പം അത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. നമ്മൾ പറയുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചില ഭാഷാ ശൈലിയുടെ ഒക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് നല്ലതുപോലെ വന്നിട്ടുണ്ടെന്നാണ് അവരൊക്കെ പറഞ്ഞത്. അതിവിടെ ഈ പ്രദേശത്തുള്ളവർ പറയുമ്പോൾ വലിയ സന്തോഷമാണ്. നന്നായി പറയണു. എന്തായാലും ഈ ഭാഗത്തുനിന്നൊരു നല്ല സിനിമകൾ ഉണ്ടാവുന്നുണ്ടല്ലോ, നമ്മുടെ കൂടി നാടാണല്ലോ, ഇത്തരം സിനിമകൾ ഉണ്ടാവട്ടെ. അതേപോലെ ഈ സിനിമ എന്ന് പറയുന്നൊരു വ്യവസായം നമ്മൾ 100% ഈ ബിസിനസ്സിനെ ബേസ് ചെയ്ത് പോകുന്നൊരു സമയത്ത് ധൈര്യസമേതം ചില സബ്ജക്റ്റ് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നല്ല സിനിമയായി എന്ന് എല്ലാവരും പറയുമ്പോൾ വലിയ സന്തോഷം.